ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽപിന അനസ്തെറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സസ് 2024 സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ എത്രത്തോളം ഇൻഡെക്സ് മാർക്കുള്ള സ്റ്റുഡൻസിന് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് എന്നതിന്റെ പ്രഡിക്ഷൻ വീഡിയോയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒരു സാധ്യത മനസ്സിലാകും, വെയിറ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് മനസ്സിലാകുന്നതാണ്. അതിന് മുന്നോടിയായിട്ട് ഒരു കാര്യം പറയേണ്ടതെന്ന് പറയുമ്പോൾ LBS പാരാമെഡിക്കൽ ഡിഗ്രി, അതുപോലെ BSc നഴ്സിംഗ്, PNC MAK, AMCS FNCK, SPMA ഇതുപോലുള്ള അസോസിയേഷൻ വഴി എല്ലാം അഡ്മിഷൻ നടക്കുന്നത് കൊണ്ട് ഇനി ഇതുവരെയും അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾ ഡിപ്ലോമയിലോട്ട് തിരിയുന്നതായിരിക്കും. അങ്ങനെ വരുമ്പോൾ ആ ഒരു ബേസ് ചെയ്ത കുട്ടികൾക്കായിരിക്കും ഇവിടെ ചാൻസ് വരുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയും ഉണ്ടാകുന്നു. ഇപ്പൊ ഞാൻ ഫസ്റ്റ് സെലക്ട് ചെയ്തിരിക്കുന്നത് അനന്തപുരി ഹോസ്പിറ്റലിൽ എത്രത്തോളം സ്റ്റുഡൻസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് കാണാം 2 വാക്കൻസി ഉള്ളൂ. ഡിപ്ലോമ കോഴ്സസിൽ ഒരു ബാച്ചിൽ 15, 5, 6 ആ ഒരു ബേസിലാണ് ഓരോ സബ്ജക്റ്റിന്റെയും സീറ്റുകൾ വരുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കില്ല. എന്നാൽ കൂടിയും നമുക്ക് ഇതിന്റെ ഒരു പ്രഡിക്ഷൻ ചെയ്ത് നോക്കാം. ഇപ്പൊ ഞാൻ ഡിപ്ലോമ ഇൻ കാർഡിയോവാസ്കുലർ ടെക്നോളജി സെലക്ട് ചെയ്ത് അനന്തപുരി നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി നോക്കാം. ഇവിടെ ഞാൻ കൊടുക്കുന്ന കോളേജ് എന്ന് പറയുന്നത് ബേബി മെമ്മോറിയൽ കോളേജ് ഓഫ് എലൈഡ് മെഡിക്കൽ സയൻസ് കോഴിക്കോടാണ്. അപ്പോൾ ഇവിടെ വരുന്ന വാക്കൻസി എന്ന് പറയുന്നത് ടോട്ടൽ 8 വാക്കൻസിയാണ്. 8 സീറ്റുകളാണ് വരുന്നുണ്ടാവുക. ഇവിടെ 179 ഇൻഡെക്സ് മാർക്കുള്ള മുസ്ലിം കാറ്റഗറി സ്റ്റുഡൻറ്റിന് വരെ ലഭിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെയും ടോക്കൺ ഫീസ് എമൗണ്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. 100 രൂപ SC ST കാറ്റഗറിക്കൊക്കെയാണ് വരുന്നുണ്ടാവുക. OEC കാറ്റഗറിക്ക്, ബാക്കിയുള്ള കാറ്റഗറീസിന് 10,000 റുപ്പീസ് ആയിരുന്നു കഴിഞ്ഞ വർഷം. ഈ വർഷം ചിലപ്പോൾ ഇൻക്രീസ് ചെയ്തേക്കാം. എത്രാമത്തെ അലോട്ട്മെന്റിലാണ് എന്നുള്ളതും ഇതിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഈഴവ കാറ്റഗറിക്ക് 4ാമത്തെ അലോട്ട്മെന്റിലൊക്കെയാണ് 256 മാർക്കുള്ള സ്റ്റുഡൻസിനെ ലഭിച്ചിട്ടുള്ളത്. മുസ്ലിം കാറ്റഗറിക്ക് 5ാമത്തെ അലോട്ട്മെന്റിലാണ് ലഭിച്ചത്. ആദ്യത്തെ അലോട്ട്മെന്റിലൊന്നുമല്ല, 5ാമത്തെ അലോട്ട്മെന്റിലാണ് ഈ 176 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്ക് ലഭിച്ചിട്ടുള്ളത്. LBS എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒരു കോളേജിലത്തേക്ക് ഇത്ര സ്റ്റേറ്റ് മെറിറ്റ് സ്റ്റുഡൻസിനെ എടുക്കണം, അതുപോലെയുള്ള റിസർവേഷൻ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിനെ എടുക്കണം എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കാരണം നിങ്ങളൊരു കോളേജ് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിൽ സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിൽ വരുന്ന കുറച്ച് കുട്ടികളെ എടുത്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് SC കാറ്റഗറിയിൽ ഒരു കുട്ടിയെ എടുത്തിട്ടുണ്ടാവും, മുസ്ലിം കാറ്റഗറിയിൽ എടുത്തിട്ടുണ്ടാവും, BX കാറ്റഗറിയിൽ എടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഓരോ കാറ്റഗറിയെയും എടുത്തതിന് ശേഷമാണ് LBSന്റെ അലോട്ട്മെന്റ് പ്രോസസ്സിംഗ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം കൂടി എപ്പോഴും ചിന്തിക്കണം. നിങ്ങളുടെ റിസർവേഷനും കൂടി ഇവിടെ പരിഗണിക്കപ്പെടുന്നതാണ്. സെലക്ട് ചെയ്തിരിക്കുന്നത് ഡിപ്ലോമ ഇൻ MLT ആണ്. ഇതിപ്പോൾ നമുക്കറിയാം 15 സീറ്റുകളാണ് ഇവിടെ ഉള്ളത്. ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് 192.5 ഇൻഡെക്സ് മാർക്കുള്ള സ്റ്റുഡൻറ്റിനാണ് കിട്ടിയിരിക്കുന്നത്. അതും 9ാമത്തെ അലോട്ട്മെന്റിൽ മുസ്ലിം കാറ്റഗറിക്കാണ് വന്നിട്ടുള്ളത്. ഈഴവ കാറ്റഗറിക്ക് 2ാമത്തെ അലോട്ട്മെന്റിൽ തന്നെ 205 ഇൻഡെക്സ് മാർക്കുള്ള സ്റ്റുഡൻസിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറയുന്നത് 2024 കുറച്ചുകൂടി താഴ്ന്ന ഇൻഡെക്സ് മാർക്ക് കുട്ടികൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഡിപ്ലോമയ്ക്ക് ഈ ഒരു റേഞ്ചിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ കൂടിയും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് LBS വരെ നമുക്ക് കിട്ടുന്നതാണെങ്കിലും പല കോളേജസും ആവറേജ് കോളേജസ് ആണ്. അതുകൊണ്ട് അതുകൂടി കണക്കാക്കി ഫെസിലിറ്റീസ് ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം വേണം ഇതിലേക്ക് മുന്നോട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്തായാലും ഈ ഒരു പ്രഡിക്ഷൻ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകും. കാരണം ഇത് നോക്കിയതിന് ശേഷം ഏതൊക്കെ ഇൻഡെക്സ് മാർക്ക് കുറവുള്ള കുട്ടികൾക്ക് ഏതൊക്കെ കോളേജിൽ ലഭിച്ചിട്ടുണ്ട് എന്നത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് AJ കോളേജിൽ DPharm ആണ്. ഇവിടെ 30 സീറ്റുകളാണുള്ളത്. അവിടെ ലാസ്റ്റ് SC കാറ്റഗറിക്ക് 6ാമത്തെ അലോട്ട്മെന്റിൽ 202.5 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്കാണ് ലഭിച്ചിട്ടുള്ളത്. മുസ്ലിം കാറ്റഗറിക്ക് 5ാമത്തെ അലോട്ട്മെന്റിൽ 225 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. BX കാറ്റഗറിക്ക് 4ാമത്തെ അലോട്ട്മെന്റിൽ 212.5 ഇൻഡെക്സ് മാർക്കുള്ള കാറ്റഗറി സ്റ്റുഡൻസിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഈഴവ കാറ്റഗറിയിൽ 2ാമത്തെ അലോട്ട്മെന്റിൽ 233.34 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു കാറ്റഗറി ബേസ് ചെയ്ത് ഇത്രയും കുറഞ്ഞ ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്ക് ലഭിച്ചിരിക്കുന്നു
കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നാം എനിക്ക് ഇതിനേക്കാളും ഇൻഡെക്സ് മാർക്ക് ഉണ്ടല്ലോ, അപ്പോൾ എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്ന്. എന്നിരുന്നാൽ കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഓപ്ഷൻസ് വെക്കുന്നതനുസരിച്ചിരിക്കും. ഇപ്പോൾ നിങ്ങൾ നല്ല ടോപ്പ് കോളേജസ് മാത്രമാണ് വെച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില ആവറേജ് കോളേജസിൽ ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്ക് ലഭിക്കും. പക്ഷേ ടോപ്പ് കോളേജസിൽ കുറച്ചുകൂടി ഇൻഡെക്സ് മാർക്കുള്ള കാറ്റഗറി റിസർവേഷൻ ഉള്ള സ്റ്റുഡൻസിനായിരിക്കും ലഭിക്കുന്നത്. അങ്ങനെ ഒരു ഡിഫറൻസും കൂടിയുണ്ട്. ഇതെല്ലാം നിങ്ങൾ വെക്കുന്ന ഓപ്ഷൻ അനുസരിച്ചിരിക്കും. സെലക്ട് ചെയ്തിരിക്കുന്നത് റേഡിയോളജി ടെക്നോളജി കോഴ്സ് ജൂബിലി കോളേജിലാണ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റിലുള്ള സ്റ്റുഡൻസിനാണ് കൂടുതലും ലഭിച്ചിട്ടുള്ളത്. അവിടെ തന്നെ 5ാമത്തെ അലോട്ട്മെന്റിൽ 196.66 ഇൻഡെക്സ് മാർക്കുള്ള സ്റ്റുഡൻസിന് ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കോളേജസിലൊക്കെ ഇൻഡെക്സ് മാർക്ക് കുറവുള്ള കുട്ടികൾക്ക് ലഭിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ പ്രയോറിറ്റി ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി ഞാൻ നെക്സ്റ്റ് സെലക്ട് ചെയ്തിരിക്കുന്ന കോഴ്സ് ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി ആണ്. ഞാനിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്ന കോളേജ് കിംസ് ആനയറ തിരുവനന്തപുരമാണ്. 7 സ്റ്റുഡൻസിനാണ് മെറിറ്റ് വഴി സീറ്റ് ഉള്ളത്. ബാക്കിയുള്ള 14 സീറ്റുകളാണ് ടോട്ടലി ഉള്ളത്. അതിൽ ബാക്കിയുള്ള 7 സീറ്റ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് സീറ്റാണ്. ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് SC കാറ്റഗറി സ്റ്റുഡൻസിന് 2ാമത്തെ അലോട്ട്മെന്റിൽ 235.01 ഇൻഡെക്സ് മാർക്കാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡിഫറൻസ്. അതായത് നമ്മൾ നേരത്തെ ഒരു കോളേജ് നോക്കിയപ്പോൾ അവിടെ SC കാറ്റഗറിക്ക് 176 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്ക് ലഭിച്ചു. അത് ഒരു ആവറേജ് കോളേജ് ആകാം. എന്നാൽ ഇവിടെ SC കാറ്റഗറിക്ക് 235.01 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്ക് ലഭിച്ചു. ഓക്കെ, അപ്പൊ ഇത് കുറച്ചുകൂടി മുന്നോട്ടുള്ള കോളേജ്, ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള കോളേജ് ആകുമ്പോൾ റിസർവേഷൻ ബേസിലാണെങ്കിലും ഇൻഡെക്സ് മാർക്ക് കൂടി നോക്കിയിട്ട് മാത്രമായിരിക്കും അങ്ങനെയുള്ള കോളേജസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത വരുന്നത്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആവറേജ് കോളേജസിലാകുമ്പോൾ ഇൻഡെക്സ് മാർക്ക് കുറവാണെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്. ആവറേജ് കോളേജ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കുക. കാരണം നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കുറവാണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ചെറിയ ഇൻഡെക്സ് മാർക്കിന് നിങ്ങൾക്ക് ഒരു വലിയ കോളേജിൽ കിട്ടണം എന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല എന്നത് നിങ്ങൾ സ്വയം ആദ്യം മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ എടുത്തു പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് കമന്റ് സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഒരു കുട്ടി പറയുന്നുണ്ട്, എനിക്ക് 230 ഇൻഡെക്സ് മാർക്കുണ്ട്, എന്നാൽ 225 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്ക് വരെ LBS ലഭിച്ചിട്ടുണ്ട്, എന്താണ് എനിക്ക് കിട്ടാത്തത് എന്നുള്ളത്. ഈ 225 മാർക്ക് കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത് ചിലപ്പോൾ ആ കുട്ടി ആവറേജ് കോളേജസ് ആയിരിക്കാം ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് കൊടുത്തിട്ടുണ്ടാവുക. എന്നാൽ 230 ഉള്ള കുട്ടികൾ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാകുന്നത് എബോ ആവറേജ് കോളേജസ് അല്ലെങ്കിൽ ഹൈ ആയിട്ടുള്ള വലിയ കോളേജസിലൊക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടാതെ വരികയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യുന്നുവോ അത് ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ അഡ്മിഷനും അലോട്ട്മെന്റുകളും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് ഇഷ്ടപ്പെട്ട കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം വെക്കുക. അതുപോലെ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് നിങ്ങൾ സ്വയം ആദ്യം ഒന്ന് വിലയിരുത്തുക. തനിക്ക് ഇൻഡെക്സ് മാർക്ക് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ നമ്മൾ ഓൾറെഡി പ്രഡിക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. LBS BSc നഴ്സിംഗിന്റെ പ്രഡിക്ഷൻ വീഡിയോ, അതുപോലെ തന്നെ LBS BSc നഴ്സിംഗ് ഗവൺമെന്റ് കോളേജിൻ്റെതും സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെതും, അതുപോലെ തന്നെ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സസിന്റെ സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെതും ഗവൺമെന്റ് കോളേജസിൻ്റെതും PNC MAKയുടെ ഒക്കെ പ്രഡിക്ഷൻ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. AMCS FNCKയുടെ പ്രഡിക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ട് മനസ്സിലാക്കി ഓപ്ഷൻസ് വളരെ ബുദ്ധിപരമായിട്ട് വെച്ച കുട്ടികൾക്കൊക്കെ അഡ്മിഷനും കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് സ്വയം നോക്കണം എന്നുണ്ടെങ്കിൽ LBSൽ കയറിയതിനു ശേഷം LBS 2024 പാരാമെഡിക്കൽ ഡിപ്ലോമ അലോട്ടഡ് ലിസ്റ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടുന്നതായിരിക്കും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജസിൽ ഏതൊക്കെ ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നത് നിങ്ങൾ തന്നെ ഇരുന്ന് മനസ്സിലാക്കുക. ഇതുവരെയും ഒരിടത്തും അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ഇരുന്ന് മനസ്സിലാക്കി ശ്രദ്ധിച്ച് വേണം ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അതിന് മുന്നോടിയായിട്ട് ഓരോ കോഴ്സസും എന്താണ്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ, ഇൻട്രസ്റ്റ് ഉണ്ടോ, ഡെഡിക്കേറ്റഡ് ആണോ, ഇതൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഒരു കോഴ്സിന് കയറുക. വെറുതെ നമുക്കൊരു കോഴ്സിന് അഡ്മിഷൻ കിട്ടിയിട്ട് കാര്യമില്ല. നമ്മൾ ആ കോഴ്സ് മുന്നോട്ട് പഠിച്ച് നല്ല മാർക്കോട് കൂടി പാസ്സായി വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫായിട്ട് മുന്നോട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിരുത്തി ആലോചിക്കുക. തനിക്ക് ഈ കോഴ്സ് ചേർന്നതാണോ, എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ, അതുപോലെ ആ കോഴ്സിനെ പറ്റിയിട്ട് അന്വേഷിക്കുക. ഞാൻ ചാനലിൽ കുറച്ച് കോഴ്സസിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവർക്ക് അതും കാണാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. അതുപോലെ നിങ്ങൾ അറിയുന്ന അപ്ഡേറ്റ്സ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.